ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ കർക്കിടക മാസത്തിനെ പറ്റി സംസാരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് അനുഷ്ഠിക്കുന്നത്, അതിൽ എന്തൊക്കെ രീതികളാണ് ഞങ്ങൾക്ക് അനുഷ്ഠിക്കേണ്ടത്, അതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കനത്ത മഴയ്ക്കിടയിൽ കർക്കിടക മാസം കുറിക്കപ്പെട്ടു. ജനങ്ങൾ ദൈവത്തിനോട് പ്രകൃതിയുടെ ക്ഷോഭം ശാന്തമാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് കാലം മാറി, അതുപോലെ തന്നെ ആൾക്കാരെ പ്രാർത്ഥനയും. പക്ഷെ ഇന്നും ചില പാരമ്പര്യം ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. ഈ ഒരു മാസത്തിൽ ധാർമ്മിക പുസ്തകങ്ങളിൽ നല്ല ഗുണമേന്മ ഉണ്ടാവും. ഈ ഒരു മാസം വിപണികൾക്കിടയിൽ പഞ്ഞമാസം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മാസം 2017 വരുന്നത് ജൂലൈ 17 അതുപോലെ അത് കഴിയുന്നത് ഓഗസ്റ്റ് മാസം 16 ഈ ഒരു മാസത്തിന് ഞങ്ങൾ രാമായണ മാസം എന്നും പറയും. കാരണം ഈ മാസത്തിൽ ഞങ്ങൾ രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സമർപ്പിക്കുന്നു. ഈ മാസത്തിൽ നല്ല കനത്ത മഴ പെയ്തിരുന്നു. അത് കാരണം ജനങ്ങൾ അവരുടെ ആത്മവിശ്വാസം കൂട്ടാൻ രാമായണം വായിച്ചിരുന്നു. രാമായണം മുഴുവനായിട്ട് ഈ മാസം വായിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം മിക്ക ആൾക്കാരും സുന്ദരകാന്ഡം അഥവാ 5ാം പുസ്തകം വായിച്ച് തീർക്കുന്നു. അറിയപ്പെടുന്നത് ഞങ്ങൾ ഹിന്ദു പുരാണികത്തിനനുസരിച്ച് ഇതാണ്. വാൽമീകി മുനി രാമായണ മാസത്തിലാണ് രാമായണം എഴുതി തീർത്തത്. ഈ ഒരു മാസത്തിൽ ഞങ്ങളുടെ പൂർവികന്മാർക്ക് ബലി കൂടി സമർപ്പിക്കുന്ന ഒരു മാസമാണ്. അത് കാരണം ഈ ഒരു മാസത്തിൽ അമാവാസി ദിവസം ജനങ്ങൾ പുഴത്തീരത്ത് പോയിട്ട് അവരുടെ പൂർവികന്മാർക്ക് ബലി അർപ്പിക്കുന്നു. മറ്റൊരു പാരമ്പര്യം ഈ ഒരു മാസത്തിൽ അനുഷ്ഠിക്കുന്നത് കർക്കിടക കഞ്ഞി കുടിച്ചിട്ടാണ്. കർക്കിടക കഞ്ഞി അരിയും അതുപോലെ ഔഷധ ചെടികളുടെ ഒരു മിശ്രണമാണ്. അത് ഇന്നും ഒരുപാട് കുടുംബങ്ങൾ കഴിച്ചിട്ട് ഈ ഒരു രീതി അനുഷ്ഠിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ ഔഷധ ചെടികൾ ഒരുപാട് വീടുകളിൽ ഒരുപക്ഷെ ഉണ്ടാവാണ്ടിരിക്കാം. പക്ഷെ അതിൻ്റെ പാക്കറ്റ് ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്. ഈ ഒരു സാധനത്തിന് നല്ല ഡിമാൻഡ് ഉള്ളതിന് കാരണം അത് മാർക്കറ്റ്സിൽ എപ്പോഴും അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. അത് ഉണ്ടാക്കുന്ന കൂട്ട് ഈ വിധാണ്: 100 ഗ്രാം നവര റൈസ് അല്ലെങ്കിൽ നവര അരി, 25 ഗ്രാം ഉലുവ, 5 ഗ്രാം ചുക്കുപൊടി, 5 ഗ്രാം ഉലുവ, പെപ്പർ, ക്രഷ്ഡ് പെപ്പർ, 5 ഗ്രാം ജീരകം, 5 ഗ്രാം ടർമറിക് പൗഡർ, 5 ഗ്രാം ഗാർലിക്, 5 ഗ്രാം കാരം സീഡ്സ്, 1/4 കപ്പ് കോക്കനട്ട് മിൽക്ക്. അരി കഴുകുക 1 ലിറ്റർ വെള്ളത്തിൽ. തിളയ്ക്കുന്ന സമയത്ത് അതിൽ ഉലുവ ചേർക്കുക. ഒരു പ്രാവശ്യം ബോയിൽ ആയതിനു ശേഷം അതിൽ തേങ്ങാപ്പാൽ ചേർക്കുക. എന്നിട്ട് തിളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുക. തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം ഉടനെ അതിനെ ഗ്യാസിൽ നിന്ന് മാറ്റുക. അതിൽ മുകളിൽ പറഞ്ഞ സ്പൈസസ് അതിൽ നന്നായി ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ചു നേരം മൂടി വയ്ക്കുക. ഈ ഒരു കർക്കിടക കഞ്ഞി ഞങ്ങൾ രാത്രി സമയത്ത് കൂടി അത്താഴത്തിന് കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് രാമായണ മാസത്തിനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലായിച്ചാൽ അതിനൊരു ലൈക്ക് കൊടുക്കൂ, ഷെയർ ചെയ്യൂ. ഹാപ്പി രാമായണ മാസം 2017.